ഹായ് ഡിയർ. അപ്പോൾ നമ്മൾ സെവൻത്തിലെത്തിയില്ലേ? സിക്സ്ത്തിൽ നിന്ന് ഒരുപാട് കവിതകളും കഥകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് സെവൻത്തിലെ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെ നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റ് ഇക്കായി വൺ പ്യാർ ലവ്, ഒരു സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? യഹ് ചിത്ര ആപ് സേ ക്യാ ബത്താ രഹാ ഹേ, ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് ചിത്രത്തിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു വലിയ പേടുണ്ട് അല്ലേ? ആ പേടിൽ ബന്ദറുണ്ട്, ചിടിയകളുണ്ട്, പിന്നെ ലടുക്കുണ്ട്, ലടുക്കിയുണ്ട്, ഒരു ഔറത്തിലെ ഒരു സ്ത്രീയുണ്ട്. ഇവരൊക്കെ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു മരം നമുക്ക് എന്ത് ചെയ്യാൻ തരികയാണ്? നമുക്ക് ഈ ഒരു മരം ഇതിൻ്റെ ഫ്രൂട്ട്സിനെയൊക്കെ സ്നേഹിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് തരികയാണ് അല്ലേ? ഒരു സ്നേഹം. അതാണ് ഈ ഒരു യൂണിറ്റ്. ഓക്കെ, പ്യാർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗുദ് സെ പ്യാർ. ഇതൊരു കവിതയാണ് കേട്ടോ. ഗുദ് സെ പ്യാർ, സെൽഫ് ലവ്. സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണ് നമ്മൾ ഫസ്റ്റ് തന്നെയായിട്ട് പഠിക്കാൻ പോകുന്നത്. ശോഭനാഥ് യാദവ് എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. ഓക്കെ, സെൽഫ് ലവ്, ഗുദ് സെ പ്യാർ അല്ലേ? നമുക്കെല്ലാവർക്കും സെൽഫ് ലവ് ഉണ്ടാവും അല്ലേ മക്കൾസിനൊക്കെ? ഓക്കെ, അപ്പോൾ ഈ ഒരു ശോഭനാഥ് യാദവ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ശോഭനാഥ് യാദവ് ജന്മ 14 ജൂൺ 1937, 1937 ജൂൺ 14 കേട്ടോ ജനനം. ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവ, ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. വേ ലേഖക് ഔർ സമ്പാദക് ഹൈ, അദ്ദേഹം ഒരു ലേഖകനും എഡിറ്ററുമാണ്. ദറക്തോ മേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരഗാഥ ആദി ഉൻകി രചനായം ഹേ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾ ഈ പേര് നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഈ ഒരു ശോഭനാഥ് യാദവിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ കവിത ഗുദ് സെ പ്യാർ, സെൽഫ് ലവ്. ശോഭനാഥ് യാദവ് എഴുതിയ കവിതയാണ്. മിസ് ഒന്ന് കവിത ജസ്റ്റ് ഒന്ന് വായിക്കാം. സൂരജ് അപ്നി ആഗ് സെ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ഭി, ദറഖ്ത് അപ്നെ ഫൂലോം സെ ഇത്തനാ പ്യാർ കരേക്കി വഹ് ദേ സക്കെ ഫൂൽ दुनिया को भी, बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी, मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് വേർഡ്സ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരുപാട് വേർഡ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ, നമുക്കിനി ഓരോ സ്റ്റാൻസായിട്ട് പരിചയപ്പെടാം. ഓക്കെ, സൂരജ് അപ്നി ആഗ് സെ ഇത്തന പ്യാർ കരേക്കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ബി. സൂരജ് എന്ന് പറഞ്ഞാൽ സണ്ണ്, സൂര്യൻ തൻ്റെ പ്രകാശത്തെ, ആഗ് എന്ന് പറഞ്ഞാൽ ഫയർ, തീയാണ്. ഈ ഒരു കവിതയിൽ പ്രകാശം എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സൂരജ് തൻ്റെ പ്രകാശത്തെ, സൂര്യൻ തൻ്റെ പ്രകാശത്തെ ഇത്തിന പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്തെന്നാൽ, എന്തിനാണ്? വഹ് ദേ സക്കെ ആഗ്, അതിന് നൽകാൻ കഴിയും പ്രകാശം. ദുനിയാക്കോ ഭി, ലോകത്തിനും. ഓക്കെ, അപ്പോൾ സൂര്യൻ തൻ്റെ പ്രകാശത്തിന് എത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് ഈ സൂര്യൻ എന്ത് ചെയ്യും? ലോകത്തിന് മുഴുവനും പ്രകാശം നൽകാൻ കഴിയും. ദുനിയ എന്ന് പറഞ്ഞാൽ വേൾഡാണ് കേട്ടോ. അപ്പോൾ ലോകത്തിന് മുഴുവനും പ്രകാശം നൽകാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിയേ. നല്ല ഒരു പിക്ചറിലെ ഒരു പേട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മരത്തിന് പേട് എന്നാണ് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്രാവശ്യം നമ്മളൊരു ന്യൂ വേർഡ് പഠിക്കുകയാണ്, ദറഖ്ത്. ओके, दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. दरख्त अपने फूलों से, മരം തൻ്റെ പൂക്കളെ, ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ, പൂക്കളെ, ഇത്തനാ പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കുന്നു. എന്തെന്നാൽ വഹ് ദേ സക്കെ ഫൂൽ, അതിന് നൽകാൻ കഴിയും പൂക്കൾ, ദുനിയാ കോ ബി, ലോകത്തിനും. അപ്പോൾ മരത്തിലുള്ള പൂവിനെയും പഴങ്ങളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിന് മുഴുവനും പൂക്കളെ നൽകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂ വേർഡാണ് കേട്ടോ, ദറഖ്ത് ട്രീ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബാദൽ അല്ലേ? മേഘത്തിന് നമ്മൾ പഠിച്ച പേരാണ് ബാദൽ. ബാദൽ അപ്നെ ജൽസെ ഇത്തനാ പ്യാർ കരേക്കി, മേഘം, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം തൻ്റെ പൂക്കളെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്തെന്നാൽ വഹ് ദേ സക്കെ ജൽ ദുനിയാ കോ ബി, അതിന് നൽകാൻ കഴിയും ജലം ലോകത്തിനും.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻസൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഈ ബാധൽ, ജൽ അങ്ങനെ കുറച്ച് വേർഡ്സിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മേഘം തൻ്റെ ജലത്തിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിന് മുഴുവനും ജലം നൽകാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസയാണ്. മേം ഗുദ് സേ ഇത്തനാ പ്യാർ കരൂം കി ദേ സക്കും പ്യാർ ദുനിയാക്കോ ബി. മേം ഗുദ് സെ, ഞാൻ സ്വയം, ഗുദ് എന്ന് പറഞ്ഞാൽ സെൽഫ്, ഞാൻ സ്വന്തത്തെ എന്ത് ചെയ്യും? ഇത്തിനാ പ്യാർ കരുക്കി, ഇത്രയധികം സ്നേഹിക്കും. എന്തെന്നാൽ ദേ സക്കൂം പ്യാർ, എനിക്ക് സ്നേഹം നൽകാൻ കഴിയും. ദുനിയാക്കോ ബി, ലോകത്തിനും. അപ്പം ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യും? നന്നായിട്ട് സ്നേഹിക്കും. അപ്പം എനിക്ക് ലോകത്തിന് മുഴുവനും സ്നേഹം നൽകാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കവിതയിൽ 4 സ്റ്റാൻസ ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ സൂര്യനെ കുറിച്ചിട്ടാണ്. സൂര്യൻ്റെ പ്രകാശത്തെ നന്നായിട്ട് സ്നേഹിക്കും, എന്നിട്ട് ലോകത്തിന് മുഴുവനും പ്രകാശം നൽകും. രണ്ടാമത്തെ സ്റ്റാൻസിൽ മരം അതിൻ്റെ പൂക്കളെ നന്നായിട്ട് സ്നേഹിക്കും, എന്നിട്ട് ലോകത്തിന് സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് ലോകത്തിന് മുഴുവനും പൂക്കളെ നൽകുന്നു. മൂന്നാമത്തത് മേഘം തൻ്റെ ജലത്തിനെ നന്നായിട്ട് സ്നേഹിക്കുന്നു, എന്നിട്ട് ലോകത്തിന് മുഴുവനും ജലം നൽകുന്നു. നാലാമത്തത് ഞാൻ സ്വയം നന്നായിട്ട് സ്നേഹിക്കും, എന്നിട്ട് ലോകത്തിന് മുഴുവനും സ്നേഹം നൽകുന്നു. ഓക്കെ, മക്കളൊക്കെ നല്ല സെൽഫ് ലവ് ഉള്ള ആൾക്കാരാവുക. സെൽഫ് ലവ് ഉണ്ടായാൽ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു തീം. ഓക്കെ, ബൈ.